അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. കാരണം നമ്മൾ മിക്കവരും യൂട്യൂബ് ചാനലിൽ ഒരുപാട് ബ്യൂട്ടി ടിപ്സ് കാണാറുണ്ട്. നമ്മളതെല്ലാം മിക്കവരും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഐറ്റം വെച്ചിട്ട് ചെയ്യുന്ന മിക്ക റെമഡീസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചാനലിൽ കണ്ടതാണ്, നില ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ഉഴുന്നും പിന്നെ ഒരു ബീട്രൂട്ടും വെച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു 3 ഡേയ്സാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അതിൽ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നിറം വയ്ക്കുന്നല്ല, സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകുമെന്ന് പുള്ളിക്കാരി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്ക ബ്യൂട്ടി ടിപ്സിൻ്റെ ചാനലിൽ നമ്മൾ കമൻറ്റിൽ കാണാറുണ്ട്, ഇത് നിറം കുറഞ്ഞവർ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ നല്ലതായിരിക്കും. കാരണം എപ്പോഴും കളറുള്ളവർ തന്നെ ഇത് തന്നെ കാണിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കിയാലാണല്ലോ നമുക്കത് മനസ്സിലാണ്. അപ്പോൾ ഞാനതൊരു ചലഞ്ച് പോലെ ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ഡേയ്സ് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിന്നിന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കാണണം, ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ സ്കിന്നിൻ്റെ ഇപ്പോഴത്തെ ചേഞ്ചും ഞാൻ ആദ്യം ഇത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ചേഞ്ചും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഇത് എൻ്റെ സ്കിന്നിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉഴുന്ന് ഒരു 3 സ്പൂണും പിന്നെ ഒരു ചെറിയൊരു ബീട്രൂട്ടുമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തത്. ഉഴുന്ന് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ബീട്രൂട്ടുമായിട്ട് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ മുഖത്ത് നന്നായിട്ട് സൺ ടാനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നെറ്റിയിലും മുഖത്തും കഴുത്തിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഡേ 2 ആണ്. വീണ്ടും നമ്മൾ കുറച്ച് എടുത്ത് നല്ല രീതിയിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 3 ഡേയ്സിന് വേണ്ടിയാണ് ഞാനിത് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അരച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ദിവസത്തേക്ക് അധികം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 3 ഡേയ്സിനാണല്ലോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്രയുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും. ഇന്നിപ്പോൾ ഡേ 3 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിലുള്ള വ്യത്യാസം മനസ്സിലാകും. ഇന്നും ഞാൻ നല്ലതുപോലെ ഇത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഉണങ്ങിയതിന് ശേഷം അതൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഡ്രൈ ആകേണ്ട കാര്യമില്ല. ഒരുവിധം നമുക്ക് ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ അത് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. നല്ല വ്യത്യാസം എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വെളുത്ത് വരുന്നല്ല, നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകാൻ ഇത് ഹെൽപ്പ് ചെയ്യും നല്ലതുപോലെ. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് റിമൂവ് ചെയ്ത് കാണിച്ചത്. എത്രത്തോളം വ്യത്യാസമായെന്ന് അപ്പോൾ മനസ്സിലാകാം. സ്കിന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പുരട്ടുമ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷമുള്ള എൻ്റെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ സംഭവം കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കാരണം എനിക്ക് എന്ത് ട്രൈ ചെയ്താലും എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരുന്നൊരു സ്കിന്നാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും കുഴപ്പമൊന്നും ഉണ്ടായാലും ഈ പിമ്പിൾസൊക്കെ ഉള്ളത് തന്നെയാണ്, നേരത്തെ എനിക്ക് സ്കിന്നിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ടാൻ ഉണ്ടായിരുന്നു മുഖത്ത്. ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഒരാളായതുകൊണ്ടിട്ട് ടാൻ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് മാറാൻ എന്തായാലും മാറി, ഒരുവിധം എനിക്കത് മുഖത്തുനിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതുപോലെയുള്ള ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എന്തായാലും പറയണം. കാരണം എന്നാലേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.